പാണ്ഡവന്മാരുടെ വനവാസകാലം ഒരു ദിവസം ധർമ്മപുത്രൻ അർജുനനോട് ആജ്ഞാപിച്ചു. അനുജ, കൗരവപക്ഷം നാം വിചാരിക്കുന്നത്ര നിസാരമല്ല. ദുര്യോധനന്റെ പ്രിയ സഖാവായ കർണൻ അസ്ത്രവിദ്യയിൽ ശ്രേഷ്ഠനാണ്. പരമശിവശിഷ്യനായ പരശുരാമന്റെ പ്രിയശിഷ്യനായിരുന്ന കർണനെ പരാജിതനാക്കുവാൻ അത്ര എളുപ്പമല്ല. അതിനാൽ അനുജ, ദിവ്യാസ്ത്ര ലാഭാർത്ഥം നീ പരമേശ്വരനെ തപസ്സനുഷ്ഠിക്കുന്നത് ഹിതകരമാകുമെന്നാണ് എൻ്റെ പക്ഷം. ജ്യേഷ്ഠന്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് അർജുനൻ ഹിമാലയ പ്രാന്തത്തിലേക്ക് നടന്നുകൊണ്ട് അവിടെ അർജുനൻ ഉഗ്രമായ തപസ്സിൽ മുഴുകി. ദേവ, അർജുനന്റെ നിശ്ചയദാർഢ്യം അങ്ങ് കണ്ടുവല്ലോ. ഇനിയും ആ പരാക്രമിയെ പരീക്ഷിക്കുന്നത് യുക്തമാണോ? പാർവതി പരമശിവനോട് ചോദിച്ചു. ദേവി, ദിവ്യാസ്ത്ര ലാഭാർത്ഥമാണ് പാർത്ഥൻ തപസ്സനുഷ്ഠിക്കുന്നത്. എന്നാൽ അവ സ്വീകരിക്കുവാൻ അർജുനൻ പ്രാപ്തനാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. പരാക്രമിയും ധീരനുമാണ് പാർത്ഥൻ. എങ്കിലും അവന്റെ ധീരത ഒരിക്കൽ നേരിട്ടറിയണമെന്നുണ്ട്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പരമശിവൻ ഒരു കാട്ടാളന്റെ രൂപം ധരിച്ചു. ഭഗവാന്റെ അർത്ഥഗർഭമായ നോട്ടത്തിൽ നിന്നും കാര്യം ഗ്രഹിച്ച പാർവതി ഉടനെ ഒരു കാട്ടാളത്തിയുടെ രൂപവും സ്വീകരിച്ചു. അനന്തരം കാട്ടാള വേഷധാരികളായ ഭൂതഗണങ്ങളോടൊപ്പം അവ അർജുനന്റെ സമീപത്തെത്തി. ഈ സമയം ശിവപൂജയിൽ മുഴുകിയിരുന്ന അർജുനൻ ഒരു കാഴ്ച കണ്ടു. ഭീമാകാരനായ ഒരു പന്നി തനിക്ക് നേരെ പാഞ്ഞു വരുന്നു. അർജുനൻ ധൃതിയിൽ ഒരു അമ്പും വില്ലും കയ്യിലെടുത്ത് വായുവേഗത്തിൽ ഒരു അസ്ത്രം പന്നിക്ക് നേരെ തൊടുത്തുവിട്ടു. അതേസമയം തന്നെ മൂർച്ചയേറിയ മറ്റൊരു ബാണവും പന്നിയുടെ ശരീരത്തിൽ വന്നു പതിച്ചു. പന്നിക്ക് നേരെ അസ്ത്രം ചെയ്ത മറ്റൊരാൾ ആരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അർജുനൻ അസ്ത്രം പുറപ്പെട്ട ദിശയിലേക്ക് നോക്കി. അപ്പോഴൊരു കാട്ടാളക്കൂട്ടവും വരുന്നത് അദ്ദേഹം കണ്ടു. വന്നപാടെ കാട്ടാള സംഘം പന്നിയെയും എടുത്തുകൊണ്ട് പോകുവാൻ തുനിഞ്ഞു. തൊട്ടുപോകരുത്, ഞാൻ കൊന്നുവീഴ്ത്തിയ പന്നിയാണിത്. ഇതിന്മേലുള്ള അവകാശം എനിക്ക് മാത്രമാണ്. അർജുനൻ അവരെ തടഞ്ഞു. അപ്പോൾ ആ സംഘത്തിൽ നിന്ന് നേതാവെന്ന് തോന്നിക്കുന്ന ഒരുവൻ മുന്നോട്ട് വന്ന് ചോദിച്ചു, എങ്ങനെയാണ് ഇത് താങ്കൾക്ക് അവകാശപ്പെട്ട മൃഗമായി തീരുക? നോക്കൂ, ഞാൻ ഏത് അസ്ത്രമാണ് പന്നിയെ കൊന്നിരിക്കുന്നത്? ഒരു യോദ്ധാവിന് അസത്യപ്രകടനം യോജിച്ചതാണ്. എന്ത്? ഞാൻ കൊന്ന മൃഗത്തിനെ കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്നതും പോരാ, എന്നെ കള്ളനാക്കുവാനും മുതിരുന്നുവോ? ഹേ വേടന്മാരെ, ഞാൻ ആരാണെന്ന് നിങ്ങളുടെ ധാരണ? പാണ്ഡുപുത്രനായി അർജുനനെ എതിരിടുവാൻ വനജരായ നിങ്ങൾക്ക് സാകുമോ? അർജുനൻ തെല്ലുഗർവോടെ പറഞ്ഞു. അത് കേട്ടതോടെ കാട്ടാളനും സംഘവും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കൊള്ളാം. അപ്പോൾ നാടും നഗരവും വെടിഞ്ഞ അർജുനന്റെ തൊഴിൽ പാവം വനചരമായ ഞങ്ങളെ കൊന്നുവീഴ്ത്തുന്ന മൃഗങ്ങളെ തന്ത്രപൂർവ്വം കൈക്കലാക്കുകയാണോ എന്ന് തോന്നിച്ചു. താങ്കൾക്ക് യോദ്ധാവെന്ന പേര് നൽകിയത് ആരാണ്? ആയുധം ഉപേക്ഷിച്ച് ഭിക്ഷ യാചിക്കുന്നതായിരുന്നില്ലേ ഇതിലും യുക്തം? കാട്ടാളന്റെ ഓരോ വാക്കും അർജുനന്റെ ആത്മബോധത്തെ കുത്തി ഉണർത്തി. അദ്ദേഹം ആയുധം കയ്യിലെടുത്ത് യുദ്ധസന്നദ്ധനായി മാറി. നീജ, ഈ പാണ്ഡവ വംശത്തെ പരിഹസിക്കുന്നു. നീ എത്ര കേമനാണെങ്കിൽ നാവുകൊണ്ടുള്ള യുദ്ധം മതിയാക്കി ആയുധം കയ്യിലേറ്റുക എന്നിങ്ങനെ ആക്രോശിച്ചുകൊണ്ട് കാട്ടാളിനെ പോരിന് വിളിച്ചു. കാട്ടാളിനാകട്ടെ യാതൊരു ഭയാശങ്കങ്ങളും കൂടാതെ അസ്ത്രവർഷം തുടങ്ങി. അർജുനന്റെ ദിവ്യാസ്ത്രങ്ങൾ ഒന്നൊന്നായി കാട്ടാളന്റെ അസ്ത്രത്തിൽ നശിച്ചു തുടങ്ങി. ക്ഷണനേരം കൊണ്ട് തന്നെ കാട്ടാളൻ നിസ്സാരനല്ലെന്ന് അർജുനന് ബോധ്യമായി. അല്പസമയം കഴിഞ്ഞതോടെ അർജുനൻ അസ്ത്രങ്ങളിൽ എറിയ പങ്കും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാര്യമത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കി അർജുനൻ കാട്ടാളന്മാരോട് അഭ്യർത്ഥിച്ചു, കാട്ടാള, നിന്റെ മായാവിദ്യകളൊന്നും പരമേശ്വര ശിഷ്യനായി എന്നോട് നടക്കുമെന്ന് കരുതേണ്ടതില്ല. തെല്ലുനേരെ ക്ഷമിക്കൂ, ഞാൻ ഭഗവത് പൂജയിൽ മുഴുകട്ടെ. അനന്തരം മിഴികൾ പൂട്ടിയ അർജുനൻ തന്റെ പൂജാവിഗ്രഹത്തിൽ പുഷ്പാർച്ചന ചെയ്തു തുടങ്ങി. അല്പനേരത്തിന് ശേഷം കണ്ണുകൾ തുറന്നു പാർത്ഥൻ ഞെട്ടിപ്പോയി. ശിവലിംഗത്തിൽ താൻ സമർപ്പിച്ച പുഷ്പങ്ങളിതാ കാട്ടാളന്റെ പാദങ്ങളിൽ. ഞൊടിയുടെ അർജുനന്റെ ഹൃദയം പശ്ചാത്താപ വിവശമായി. അദ്ദേഹം കൈകൾ കൂപ്പി കാട്ടാളിനോട് അപേക്ഷിച്ചു, ഹേ വിക്രമ, അങ്ങ് ആരാണ്? അങ്ങ് നിസാരനല്ലെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും എൻ്റെ ആകാംക്ഷ എവിടുന്ന് വർദ്ധിപ്പിക്കരുത്. കാട്ടാളിനും സംഘവും പുഞ്ചിരി തൂകി. അടുത്ത നിമിഷം അർജുനന് തൻ്റെ മിഴികളെ വിശ്വസിക്കുവാനായില്ല. കാട്ടാള സംഘത്തിൻ്റെ സ്ഥാനത്ത് ശ്രീ പരമേശ്വരനും പാർവതിയും ഭൂതഗണങ്ങളും. അപരാധ ബോധത്താൽ അർജുനൻ വിലപിച്ചുപോയി. അദ്ദേഹം ഭഗവത് പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മാപ്പപേക്ഷിച്ചു. അർജുന, നീ മാപ്പപേക്ഷിക്കുന്നത് എന്തിന്? ഏതൊരു വീരനും ചെയ്യുന്നവോ മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ. കൗന്ദേയ, എഴുന്നേൽക്കുക, പരമാവശ്യപ്പെടുക. ഭഗവാൻ പുഞ്ചിരി തൂക്കി. ദിവ്യാസ്ത്രങ്ങൾ നൽകി തന്നെ അനുഗ്രഹിക്കുവാൻ അർജുനൻ ഭഗവാനോട് അപേക്ഷിച്ചു. അതനുസരിച്ച് ശിവശങ്കരൻ പാശുപതാസ്ത്രവും മറ്റും വിശിഷ്ടങ്ങളായ അസ്ത്രങ്ങളും അർജുനന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അടുത്തത് ശുക്രാചാര്യർ ശിവപുത്രനായ കഥയാണ്. തുടരും.